എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണെന്ന്. ഉസ്താദെ, നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാനാണെങ്കിൽ വല്ല വനത്തിലും പോയി ജീവിക്കണം, അല്ലാതെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ജീവിതം ആസ്വദിക്കാനുള്ളതാ. എടോ, ഇന്നത്തെ യുവതലമുറ ഞാൻ നോക്കട്ടെ, എനിക്ക് തോന്നുന്നു ഭീമാപള്ളിയിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരെയുള്ള വല്ലാത്ത പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള വലിയ വലിയ ക്യാമ്പുകൾ അൽഹംദുലില്ലാഹ് നടക്കേണ്ടായി. എനിക്ക് എപ്പോഴോ പത്രത്തിൽ വായിച്ചൊരു വാർത്തയുണ്ട്, അതുമായി ബന്ധപ്പെട്ട കേസ് വന്നാൽ തന്നെ പള്ളി വിലക്കുന്നൊരവസ്ഥ. അൽഹംദുലില്ലാഹ്, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഉറൂസിന് വന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ വലിയ സന്തോഷമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിനെതിരായി പ്രവർത്തിക്കുന്ന, അത് ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കഴിഞ്ഞ വർഷത്തെ ഉറൂസ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഞാൻ കണ്ടു. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ മുസ്ലിം ഉമ്മത്ത് ഒറ്റപ്പെട്ടു പോവുകയാ. എവിടെയും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ. വരുന്നവനും പോകുന്നവനും എല്ലാവരും നമ്മുടെ മേക്കിട്ട് കയറി പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എടോ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അഭിമാനവും ഇസ്സത്തും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, എൻ്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു നല്ല കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിമിനെ കാണുമ്പോൾ മറ്റുള്ളവർ തിരിഞ്ഞ് നടന്നു പോകുന്നൊരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകാനുള്ള കാരണം മുസ്ലിമാകുന്നില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ, എടോ, നമ്മൾ ആരുടെയും മുമ്പിൽ പോയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ദഅവത്ത് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു മുസ്ലിമായാൽ മാത്രം മതി. അവന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ജനങ്ങൾ കടന്നു വരും. ഇന്ന് മുസ്ലിമിനെ കണ്ട ജനങ്ങൾക്ക് പേടിയ, വല്ലാത്ത ഒരു ഭയം. എന്തുകൊണ്ടാ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല? കേവലം പേര് കൊണ്ട് അല്ലെങ്കിൽ രൂപം കൊണ്ട് മാത്രം നമ്മൾ മുസ്ലിം ആകുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഒരു മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? ഒരു മുസ്ലിമിന്റെ സ്വഭാവ ഗുണം എങ്ങനെയായിരിക്കണം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്നറിയുമോ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ഞാനും നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധമായ കഅബാലയം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ കഅബാലയത്തെ പോലെ ആകണമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാ. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. 2 ദിവസം ലീവ് കിട്ടിയാൽ പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ആലോചിക്കുന്നു എവിടെയെങ്കിലും യാത്ര പോകാൻ, ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്നിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതാ, ഊട്ടിയിൽ പോകാം, കൊടൈക്കനാലിൽ പോകാം, മൈസൂർ പോകാം, ബാംഗ്ലൂർ പോകാം, ഗോവയിൽ പോകാം. ഓരോ സ്ഥലം ഇങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് പറയുന്നത്, അവിടെ പോയതാ, ഒരു പ്രാവശ്യം ഊട്ടിയിൽ പോയതാണ്, ഒരു പ്രാവശ്യം കൊടൈക്കനാലിൽ പോയതാണ്, മൂന്നാറിൽ പോയതാണ്, ബാംഗ്ലൂരിൽ പോയതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം. ഒരു വട്ടം പോയ സ്ഥലത്ത് പിന്നെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പിന്നെയും വേറെ സ്ഥലത്ത് പോകാൻ കൊതിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ചറബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ ഒരു മനുഷ്യന് പോകാൻ അവസരം കിട്ടിയാൽ ഞാൻ പോയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പോകാൻ ആഗ്രഹിക്കാതിരിക്കുന്നില്ല. കഅബാലയം കണ്ടവന് എത്ര പ്രാവശ്യം കണ്ടാലും മതി വരുന്നില്ല. ഒരു പ്രാവശ്യമല്ല, 1,00,000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ട മനുഷ്യനാണെങ്കിലും അവന് മതിയാകുന്നില്ലടോ. പിന്നെയും പിന്നെയും പോകാൻ കൊതിക്കുകയാണ്. ആ കറുത്ത കില്ല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന കഅബാലയം ഒന്ന് കാണാൻ, ആ കഅബയുടെ കില്ലയൊന്ന് പിടിക്കാൻ, ആ മഖാമ ഇബ്രാഹിം ഒന്ന് ചുംബിക്കാൻ, ആ ഹജറുൽ അസ്വദ് ഒന്ന് തൊടാൻ പടച്ചവനെ എത്ര കണ്ട മനുഷ്യനാണെങ്കിലും പിന്നെയും പിന്നെയും കൊതിക്കുകയാണ്.
അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. പടച്ചവനെ എത്ര പ്രാവശ്യം കണ്ട മനുഷ്യനാണെങ്കിലും അവസാനം വിടവാങ്ങലിന്റെ തവാഫുണ്ടല്ലോ, ആ കഅബാലയത്തിന്റെ മതാഫിലൂടെ അവസാനം വിട പറയുന്ന സമയത്ത്, ആ തവാഫ് ചെയ്യുന്ന സമയത്ത് അവന്റെ കണ്ണപടന്ന് നിറയുകയാണ്. പടച്ചവനെ ഏഴാമത്തെ തവാഫ് പൂർത്തിയാക്കി കഴിയുമ്പോ അവന്റെ ഹൃദയമൊന്ന് കിടകിടാ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയമൊന്ന് പിടയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ് ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തോട് അവസാനം വിട പറയുന്ന സമയത്ത് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് സലാം പറയുമ്പോ കരയാത്ത മനുഷ്യനില്ലടോ. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ കണ്ണ് നിറയുകയാണ്. അവൻ എന്താണ് പടച്ചവനോട് പറയുന്നതെന്നറിയോ? ആ കഅബാലയത്തിൽ നിന്ന് അവസാനം തിരിഞ്ഞു നോക്കി അവൻ നടന്നു പോകുമ്പോ അവന് പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാ ഇനിയും ഒരവസരം തരണേ അല്ലാ, ഇനിയൊരവസരം തരണേ അല്ലാ, ഇത് അവസാനത്തെ സിയാറത്താക്കല്ലേ അല്ലാ. പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ആ കഅബാലയത്തിൽ നിന്ന് ഓരോ മനുഷ്യനും മടങ്ങി വരുന്നത്. കഅബയോട് എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്. കണ്ടാ കൊതി തീരുന്നില്ല, അടുത്തു പോയിരിക്കാൻ, ഒന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ, വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. പടച്ചവനെ ആ കഅബാലയത്തിന്റെ മുറ്റത്ത് എത്ര നേരം ഇരുന്ന് കഅബയോട് ജനങ്ങൾക്ക് മുഴുവനും വല്ലാത്ത ഇഷ്ടമാണ്. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരു സത്യവിശ്വാസി കഅബയെ പോലെയാകണം. ആ കഅബയെ പോലെയാകണം ഓരോ സത്യവിശ്വാസിയും. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കണോ. നബി തങ്ങൾ കഅബാലയത്തെ പോലെയാ. നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്, മതി വരുന്നില്ലടോ. നബി തങ്ങളുടെ കൂടെ നടന്നവര്, നബി തങ്ങളുടെ കൂടെ ഇരുന്നവര്, നബി തങ്ങളോട് സംസാരിച്ചവര്, നബി തങ്ങളോടൊപ്പം യാത്ര ചെയ്തവര്, എല്ലാവർക്കും പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹമാണ്. കണ്ടാ മതി വരുന്നില്ല, അവർക്ക് ആഗ്രഹം തീരുന്നില്ല. നബി തങ്ങളുടെ കൂടെ നടക്കണമെന്നവർക്ക് വല്ലാത്ത കൊതിയാ. അതുകൊണ്ടാണ് മഹാനായ സഫ്വാൻ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് ചോദിക്കുന്നു, സഫ്വാ നിനക്ക് എന്തു പറ്റി സഫ്വാന്? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എന്തേ നിനക്ക് വല്ല മാരക രോഗവുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു മാരക രോഗവുമില്ല നബിയേ, എനിക്കൊരു പ്രയാസവുമില്ല നബിയേ, പിന്നെ എന്തുകൊണ്ടാണ് നീ എല്ലാം തോലുമായിരിക്കുന്നത്? യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ് സഫ്വാ? യാ റസൂലല്ലാഹ്, അങ്ങാണ് നബിയേ, അങ്ങയെ കാണുമ്പോ എനിക്ക് പ്രയാസമൊന്നുമില്ല, അങ്ങയുടെ കൂടെ നടക്കുമ്പോ, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, എനിക്ക് വല്ലാത്ത സമാധാനമാണ്. അങ്ങന്റെ കണ്ണൊന്നും മറഞ്ഞ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ, അങ്ങയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നബിയേ. നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങളോട് സംസാരിച്ചവർക്ക് എത്ര സംസാരിച്ചാലും മതി വരില്ല. നബി തങ്ങളെ കണ്ടവർക്ക് പടച്ചവനെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കാൻ കൊതിക്കുകയാണ്. പടച്ചവനെ
ഏത് വിഷയമെടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഭീമാപള്ളിയുടെ പരിസരത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എല്ലാവരും നിന്നെ നോക്കിക്കാണുന്നത് സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ്. എന്തുകൊണ്ടാ? വഅദ് കേട്ടിട്ടല്ല സഹോദരാ. എന്തുകൊണ്ടാണ് അള്ളാന്റെ ദീനിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്? ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ജനങ്ങൾ കണ്ടുപഠിക്കുകയാണ്. അതിനൊരുപാട് വഅദ് പറയേണ്ട കാര്യമില്ല. അതിന് ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പോയ ഒരു മനുഷ്യനുണ്ട്. പടച്ചവനെ, സുമാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യമനിന്റെ ഭരണാധികാരിയാണ്. സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത വെറുപ്പാണ്. നബി തങ്ങളെ കൊല്ലാൻ പോവുകയാണ്. 3 പ്രാവശ്യം നബി തങ്ങളെ കൊല്ലാൻ നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാ. നബി തങ്ങളെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് വല്ലാത്ത ദേഷ്യമായടോ. ഒരുപാട് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഒരുപാട് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുകയാണ്. സുമാമ ഒരുപാട് സ്വഹാബികളെ കൊന്നുകളഞ്ഞടോ. അവന്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളഞ്ഞേക്ക് സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളയാൻ. അങ്ങനെ സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവര് മദീനയിൽ പാതിരാത്രി ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരാൾ നടന്നു പോകുന്നു. ഒളിച്ചും പാത്തും നടന്നു പോകുന്ന മനുഷ്യനെ സ്വഹാബത്ത് കാണുകയാണ്. അവനെ പിടിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് മനസ്സിലായി. അപ്പൊ സ്വഹാബത്ത് തീരുമാനിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഇവന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ. അങ്ങനെ സുമദാ മനുഷ്യനെ പിടിച്ചു കൊണ്ടുവന്ന മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ബിലാൽ തങ്ങളുടെ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നു നബിയേ. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് കരുതികെട്ട് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചെന്ന് നോക്കുമ്പോ നബി തങ്ങൾ വല്ലാതെ അത്ഭുതപ്പെടുകയാ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ സഹാബാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യമാണ്. ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? ഇല്ല നബിയേ, ഇല്ല നബിയേ. ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സ്വഹാബത്ത് ചാടി എഴുന്നേൽക്കുകയാണ്. പലരുടെയും കൈകാലുകൾ പിടയ്ക്കുകയാണ്. പലരും തന്റെ അരയിൽ കിടക്കുന്ന ഉറയിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞവനാ. എവിടെ കിട്ടിയാൽ കൊന്നുകളയാൻ നബി തങ്ങൾ പറഞ്ഞ മനുഷ്യനാണ്. കണ്ണിന്റെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കൊല്ലാൻ പറയുമെന്ന് കരുതിയിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ സ്വഹാബിയും കുതിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? പഠിക്കണേ സഹോദരാ, അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ദീൻ വളർന്നത് വാളുകൊണ്ടല്ലടോ. ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടല്ല, കൊലപാതകങ്ങൾ നടത്തിയിട്ടല്ല അല്ലാഹുവിന്റെ ദീൻ വളർന്നത്. അല്ലാഹുവിന്റെ റസൂൽ
റസൂലിനെ കൊല്ലാൻ നോക്കിയ, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞ സുമാമയാണ് അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നത്. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബ, ഒരാളും തൊട്ടുപോകല്ലേ സഹാബ, ഒരാള് പോലും തൊട്ടുപോകാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്ന് നബിതങ്ങൾ പറഞ്ഞ മനുഷ്യന് മുത്തുനബിയുടെ മുമ്പിൽ കിട്ടിയപ്പോ നബിതങ്ങൾ പറഞ്ഞ് ഒരാള് പോലും തൊട്ടുപോകാൻ പാടില്ല. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ മുത്തുനബിയുടെ മുഖത്ത് നോക്കുകയാണ്. നബിതങ്ങളുടെ രണ്ടാമത്തെ പ്രഖ്യാപനം എന്തെന്നറിയുമോ? സ്വഹാബ, പട്ടിണിക്കിടല്ലേ സഹാബ, വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബ, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബ. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, കഴിക്കാൻ ഭക്ഷണം കൊടുക്കണേ, കുടിക്കാൻ പാല് കൊടുക്കണേ. നബിതങ്ങളെ സ്വഹാബത്തിനോട് പറയുമ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലടോ. എന്നാലും നബിതങ്ങൾ പറയുകയാണ്, അവന് ഭക്ഷണം കൊടുക്കാൻ, സുമാമയ്ക്ക് പാല് കൊടുക്കാൻ, തന്റെ വീടുകളിൽ ചെന്ന് ഭാര്യമാരെ കൊണ്ട് ഭക്ഷണം വെപ്പിക്കുകയാണ്. അവിടെ നാടിന്റെയും ഒട്ടകത്തിന്റെയും പാല് കറന്നു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവേ, നിബിധങ്ങൾ മിണ്ടാതെ പോവുകയാണ്. ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. നിബിധങ്ങൾ സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് നിബിധങ്ങൾ ചോദിക്കുകയാണ്, അവിടെന്ന് ചോദിക്കുന്നു, സുമാമ, സുഖമാണോ സുമാമ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാ, മാതാ ഇൻദകയാ സുമാമ, നിനക്ക് സുഖമാണോ സുമാമ? നിനക്ക് സുഖമാണോ സുമാമ? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് വന്ന് ചോദിക്കുകയാണ്. സുമാമയുടെ മറുപടി, മുഹമ്മദ്, എനിക്ക് സുഖമാണ് മുഹമ്മദ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇത് നിന്റെ നാടാണ് മുഹമ്മദ്, ഇവിടെയുള്ളവര് മുഴുവനും നിന്റെ ആൾക്കാരാണ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഒരാള് പോലും നിന്നോട് ചോദിക്കില്ല. പക്ഷേ എന്നെ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ മുഹമ്മദ്. നിബിധങ്ങളെ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ പോവുകയാണ്. രണ്ടാമത്തെ ദിവസമായി നിബിധങ്ങളെ ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ? സുമാമയുടെ മറുപടി എപ്പോഴും, മുഹമ്മദ്, എനിക്ക് സുഖമാണ്, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാൽ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. നിബിധങ്ങൾ മിണ്ടാതെ പോയി. മൂന്നാമത്തെ ദിവസം നിബിധങ്ങൾ വന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, സുമാമ, നിനക്ക് സുഖമാണോ? അന്നത്തെ മറുപടിയും അത് തന്നെയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോ നിബിധങ്ങൾ പറഞ്ഞു, സ്വഹാബ, അഴിച്ചു വിട്ടേക്ക് സഹാബ, വെറുതെ വിട്ടേക്ക് സ്വഹാബ. സുമാമ ചിരിക്കുന്ന മുഖത്തേടെ എഴുന്നേക്കുകയാണ്. നിബിധങ്ങൾ പറയുന്നു, വെറുതെ വിട്ടേക്കാൻ. നബി പറയുകയാണ്, വെറുതെ വിട്ടേക്കാൻ. പടച്ചവനെ, സുമാമ ഇറങ്ങുകയാണ്. സ്വഹാബത്തിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭവമാണ്. അവരുടെ മുമ്പിലൂടെ ചിരിക്കുന്ന മുഖത്തോട്, നീയൊന്നും ചെയ്തില്ലല്ലോടാ എന്ന രീതിയിൽ സുമാമ ഇറങ്ങി പോവുകയാണ്. നിബിധങ്ങളൊന്നും മിണ്ടിയില്ലടോ, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ലടോ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ സുമാമ അവിടെ നിന്ന് പുതുവസ്ത്രം ധരിക്കുകയാ, തന്റെ കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ,
ഞാൻ മുസ്ലിമാകുന്നു നബിയേ, ഞാൻ മുസ്ലിമാകുന്നു നബിയേ. എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരു അനുസരണയാണ് നബിയേ, എന്തൊരു ഒത്തൊരുമയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അങ്ങയുടെയും അനുചരന്മാരുടെയും ഈ സ്വഭാവം കണ്ടിട്ട് ഞാൻ ഇനി നന്നായില്ലെങ്കിൽ എന്ന് നന്നാകാനാ. നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, ഈ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ നന്നാകുന്നില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാനാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സുമാമ എവിടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് മദീനയോട് വെറുപ്പാട്, എനിക്ക് മദീനയോട് വെറുപ്പാട്. അങ്ങ് താമസിക്കുന്ന നാടിനോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് മദീനയാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ, ഭീമാ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നിന്റെ ജീവിതം കണ്ടിട്ട് വേണം മറ്റുള്ളവര് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരാൻ. അതിനൊരു കാരണമാകണം ചെറുപ്പക്കാരാ. നീ കഅബയെ പോലെയാകണം. നിന്റെ കൂടെ നടക്കാൻ, നിന്റെ കൂടെ സഞ്ചരിക്കാൻ, നിന്റെ കൂടെ നിന്റെ വീടിന്റെ പരിസരത്ത് താമസിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരണം സഹോദരാ. അങ്ങനെ ഒരു സാഹചര്യം വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ യഥാർത്ഥ മുഅ്മിനാകണം. പേര് കൊണ്ട് മാത്രം മുസ്ലിമായാ പോരാ. സിറാജ് എന്ന് പേര് വെച്ചാൽ മാത്രം മുസ്ലിമാകില്ല. താടിയുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിമാകില്ല. തൊപ്പി കിട്ടെന്ന് പറഞ്ഞ് മുസ്ലിമാവില്ല. ജീവിതം കൊണ്ട് നീ മുസ്ലിമായി മാറ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാവരും ചോദിക്കുന്ന ഉസ്താദേ, ഇവരെങ്ങോട്ടാണ് പോകുന്നത്? ഇവരെ എങ്ങനെയാണ് നന്നാക്കുന്നത്? ഇവര് എന്ത് പറഞ്ഞാണ് നന്നാക്കുന്നത്? ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ച് മതിമറന്ന് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലടാ. കളിച്ചും ചിരിച്ചും അടിച്ചു പൊളിച്ചും നടക്കുമ്പോ, സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരിപ്പിലൊന്ന് നോക്കണേ. ഒരുപാട് ചിരിച്ചും കളിച്ചും ഈ മക്കാമിന്റെ പരിസരത്തുകൂടെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന യുവത്വമേ, ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് കാലിലൊന്ന് നോക്കണേ. എന്തിനാണ് കുല്ലുംരിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എന്തിനാണ് നോക്കാൻ പറയുന്നതെന്നറിയോ? എടാ, കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെ നടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. സർവ സ്വപ്നങ്ങളും പോകുമടാ. എല്ലാ പ്രതീക്ഷകളും തകർത്ത് തരിപ്പണമാക്കി അതാ കാബിലുൽ അർവാഹു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ഏത് നിമിഷമാണ് ഇറങ്ങി വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഖുർആനിന് ചില കാര്യങ്ങൾ പറയാനുണ്ടോ? ഒരല്പസമയമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ചോദിക്കുന്നതെന്നറിയോ? ഞാനും നിങ്ങളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബ, പരിശുദ്ധമായ കലാമായ ഖുർആൻ ഉണ്ടല്ലോ മോനെ, ആ ഖുർആൻ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ മനസ്സുണ്ടാകണം ചെറുപ്പക്കാരാ. എന്റെ പുതിയ തലമുറയോട്
പറയുകയാണ്, നന്നാകാൻ ഇനി ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് മക്കളെ ഒരു നിമിഷം അള്ളാന്റെ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേക്കടാ ചെറുപ്പക്കാരാ. പെങ്ങളെ കേക്കു, പെങ്ങള്, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നീ ഒന്ന് കേൾക്കടോ. ഒരല്പനേരം അള്ളാന്റെ കലാമിന് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്കാൻ നീ തയ്യാറാകു. അത് കേട്ടാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ജീവിതം കാണുമ്പോ വാപ്പ ചോദിക്കണം, ഉസ്താദ് ഇതിനൊക്കെ ഇനി എങ്ങനെ നന്നാക്കാനാ? ഇവരൊക്കെ ഇനി എങ്ങനെ നന്നാകും പടച്ചവനെ? അള്ളാഹു നമ്മുടെ യുവത്വത്തെ എല്ലാരും അള്ളാഹു നന്നാക്കുമാറാകട്ടെ. നന്നാകാനുള്ള ഖുർആൻ ഉണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ കലാമ്. ആ ഖുർആനിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് അനുസരിക്കുന്നതും അനുസരിക്കാത്തതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഒരാൾ പറയുന്നത് കേൾക്കണമല്ലോ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്കുണ്ടാകണം. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മനസ്സ് നൽകുമാറാകട്ടെ. സിറാജിന് പറയാനുള്ളതല്ല, സിറാജിന് പറയാനുള്ളതല്ല, അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് 4 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഖുർആൻ. ആ കാര്യത്തിൽ ഒരെണ്ണം കേട്ടിട്ട് നമുക്ക് പോയേക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4 ഒന്നും കേൾക്കണ്ട, ഒരേ ഒരു കാര്യം കേട്ടിട്ട് നമുക്ക് ദുആ ചെയ്തു പോയേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കേൾക്കല്ലേ, ഒരു കാര്യം കേട്ടാ മതി. ഖുർആനിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്ക്. അള്ളാന്റെ കലാമല്ലേ മക്കളെ, ഒന്നുമില്ലാതെ തൊടാൻ പാടില്ലല്ലോ. അത് ബഹുമാനിക്കേണ്ട സാധനമല്ലേ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹു പറയാ, ഈ ഖുർആൻ അങ്ങാണ് ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഖുർആൻ ഇറങ്ങുന്നത് കാരണം പേടിച്ചിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. നമ്മൾ വീടിന്റെ അലമാരിയുടെ മുകളിൽ ഇട്ടേക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് ഭയം, എന്ത് ഭയം, എന്ത് പേടി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ, ഖുർആനാടാ ഇത്. ഇത് ആരെങ്കിലും എഴുതിയ പുസ്തകമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? മോനെ, ഇത് ഖുർആനാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ കലാമാടാ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇത് ഖുർആനാണെന്നുള്ള ബോധം നിനക്ക് വേണം മോനെ. ഒരുപാട് വെറുതെ ഇരുന്ന് പാരായണം ചെയ്തിട്ട് കാര്യമില്ല. ഉമ്മമാര് പറയും, ഉസ്താദേ ഞാൻ ആഴ്ചയിൽ ഖത്തം തീർക്കും, മാസത്തിൽ ഖത്തം തീർക്കും. എന്തിനാ പെങ്ങള് അങ്ങനെ വെറുതെ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ല ഖുർആൻ. ആ ഖുർആൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ആ ഖുർആനിനെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ നീ ആദരിക്കാൻ പഠിക്കണം. ആ ഖുർആനിനെ കുറിച്ച് നീ മനസ്സിലാക്കൂ. ആ ഖുർആനിനെ മനസ്സിലായാ പടച്ചവനെ, ഏത് മനുഷ്യനും നന്നാകുമടോ, ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ടല്ലേ എത്രയോ കൊലകൊമ്പന്മാര് അള്ളാന്റെ ദീനിലേക്ക് കടന്നു വന്നത്. പടച്ചവനെ, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എല്ലാവരും എഴുതി തള്ളിയ മോശമായ ജീവിതം നയിച്ച എത്രയോ പേര് വഴുത് കേട്ടിട്ടല്ല നന്നായത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് നന്നായില്ലേ? പടച്ചവനെ, നമ്മൾ മദീനത്ത് പോകുമല്ലോ, ആ പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കടന്നുറങ്ങുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങൾ ആരായിരുന്നെന്നറിയുമോ ചെറുപ്പക്കാരാ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ മോനെ? ഒരു കാലമുണ്ടായിരുന്നടാ ഉമറിനൊരു കാലമുണ്ടായിരുന്ന ചെറുപ്പക്കാരാ. ഉമറിനെ കുറിച്ച് അതാ ഉമറിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യനോടി വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ഉമറിന്റെ അയൽവാസിയോട് ചെന്ന് പറയുമ്പോ അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ.
എന്റെ വീടിന്റെ മുമ്പില് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല, വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഉമറിന്റെ ജീവിതം അങ്ങനെയാണ്. ആ ഉമറാണ് കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശപഥം ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി ഖത്താബിന്റെ മകൻ പോവുകയാണ്. ഉമർ പോകുമ്പോഴാണ് വഴിയിൽ വെച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു, ഉമർ എങ്ങോട്ട് പോവുകയാ? പുതിയ മതവുമായി വന്ന മുഹമ്മദിന്റെ തലയെടുക്കാൻ പോവുകയാ. പടച്ചവനെ, അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം പെങ്ങളെ പോയി നന്നാക്കടാ. നിന്റെ കൂടപ്പിറപ്പും മുഹമ്മദിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഉമറിന് സഹിക്കാൻ കഴിഞ്ഞില്ല, നാണക്കേടായിടോ. സ്വന്തം സഹോദരി മതം മാറിയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കൂടപ്പിറപ്പിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഭർത്താവും ഭാര്യയും ഖുർആൻ പാരായണം ചെയ്യുകയാ. അവിടെ നിന്ന് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാ. വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറി തന്റെ കൂടപ്പിറപ്പിനെ തല്ലിച്ചതയ്ക്കുകയാണ്. അല്ലാഹുവേ, ഫാത്തിമയുടെ വായിലൂടെയും മൂക്കിലൂടെയും ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. അല്ലാ, തന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടപ്പറപ്പിരുന്ന് രക്തത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന് കരയുന്നത് കണ്ടപ്പോ കുബറദാ ഉമറിന്റെ മനസ്സൊന്ന് പിടയുകയാണ്. ഒന്നുമില്ലെങ്കിലും കൂടപ്പറപ്പാണല്ലോ. ഉമർ ശാന്തനാവുകയാണ്. ഉമർ ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തോ പാടുന്നത് കേട്ടു ഫാത്തിമ, അതെനിക്കൊന്ന് പാടിത്തരുമോ ഫാത്തിമ? ഫാത്തിമ പറയുകയാ, ഞാൻ പാട്ടല്ല പാടിയത്, ഞാൻ അല്ലാഹുവിന്റെ കലാമൂതിയതാ, ഞാൻ ഖുർആൻ പാരായണം ചെയ്തതാ. ഉമർ ചോദിക്കുന്നു, എന്റെ കയ്യിലൊന്ന് തരുമോ? പോയി ശുദ്ധിയായിട്ട് വരാൻ ഖത്താബിന്റെ മകൻ ഉമർ പോയി അതാ ശുദ്ധിയായിട്ട് കിടന്നു വന്നപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ മുമ്പിൽ ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പ് ഓതി കൊടുക്കുകയാ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായത്തിൽ 3-4 ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്ത് കഴിഞ്ഞപ്പോ ഉമറിന്റെ ഹൃദയം അങ്ങ് പിടയുകയാ. അല്ലാഹുവിന്റെ കലാം കേട്ടപ്പോ, ഖുർആൻ കേട്ടപ്പോ നബി മുത്തുനബിയെ കൊല്ലാൻ പോയ ഉമറിന്റെ ധൈര്യമൊക്കെ പോയടോ. ഉമറദാ ഇറങ്ങുകയാണ്, വാള് പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ മുമ്പിലേക്ക് വരുമ്പോ സ്വഹാബത്തിന് പേടിയാടോ. വരുന്നത് ഉമറാടോ. ഉമർ വരുന്നെന്ന് കേട്ടപ്പോ എല്ലാവരും പേടിച്ചു വിറയ്ക്കുകയാണ്. അങ്ങനെ ഉമർ അങ്ങനെ മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഹംസ തങ്ങളെ തടയുകയാണ്. ഉമറിനോട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാൻ വന്നതാണോ? മുസ്ലിമാകാൻ വന്നതാണോ? നബി തങ്ങളുടെ മുമ്പിൽ കയറിയിട്ട് നിനക്ക് ജീവനോടെ പോകാം? അല്ലാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമർ, ജീവനോടെ പോകില്ലടാ ഉമർ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഒരാള് പോലും ഉമറിന്റെ നേരെ നിൽക്കാൻ ധൈര്യമില്ല. ആ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് ഹംസ തങ്ങൾ പറയുകയാ, നീ ജീവനോടെ ഇവിടെ നിന്ന് മടങ്ങി പോകില്ല. ഉമർ തങ്ങൾ ഭാവിയിൽ ചോദിച്ചു, നിനക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടി? പടച്ചവനെ, നീ അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പേടിച്ചു പോയി എന്ന് ഉമർ തങ്ങൾ തന്നെ പിൽക്കാലത്ത് പറയുകയാണ്. ആ ഉമർ തങ്ങളാണ് മുത്തുനബിയുടെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായത്. പടച്ചവനെ, ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വന്നടാ ചെറുപ്പക്കാരാ. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഉമർ പടച്ചവനെ അവിടെ നിന്ന് നന്നായത് ഖുർആൻ കേട്ടട്ടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
എന്തേടാ നിനക്ക് മാറ്റം വരാത്തത്? ഞാനും നിങ്ങളും ഒരുപാട് ഖുർആൻ കേട്ടവരല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. മോശമായ ജീവിതം നയിച്ച എത്രയോ പേര് കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്നടാ. പടച്ചവരെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായിരുന്ന ചെറുപ്പക്കാരൻ പടച്ചവനെ അള്ളാന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നല്ലോ. ഫുളൈൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മോനെ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാടാ. ഏതൊരു പെണ്ണിനെയും ഫുളൈലിനൊരു ഹോബി ഉണ്ടായിരുന്നടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. ഏത് പെണ്ണിനെയും വളയ്ക്കുന്നവനാണ് ഫുളൈല്. അല്ലാഹുവേ, കൂട്ടുകാര് മുഴുവനും ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല് നീ വല്ലാത്ത ധൈര്യശാലിയാണല്ലോ, ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. നീ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന പെണ്ണിനെയൊന്ന് വളയ്ക്കടാ. ഫുളൈലിന് പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. സുന്ദരിയായ പെണ്ണ് ഫുളൈല് പുറകിൽ നടക്കുകയാണ്. എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ടും ആ പെണ്ണ് മൈൻഡ് ചെയ്യുന്നില്ല. പടച്ചവനെ, ഫുളൈലിന് നാണക്കേടായി, ഫുളൈലിന് നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ പരാജയപ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരുമില്ലാത്ത സമയത്ത് പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയാ. ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ചെയ്യൂല. ആ പെണ്ണ് പറഞ്ഞു, ഒരിക്കലും ഞാനതിന് തയ്യാറല്ല. ഫുളൈലിന് ദേഷ്യമായി ബലാത്സംഗം ചെയ്യുകയാണ്. അവിടെ നിന്ന് റേപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. അവസാനം ആ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിന് വേണ്ടി, അവളെ റേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് തയ്യാറെടുക്കുമ്പോ പെണ്ണ് നിലവിളിക്കുകയാ. ഒരുപാട് കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, തെള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടും ആ ചെറുപ്പക്കാരൻ പരിഗണിക്കുന്നില്ല. അവസാനം അല്പനേരം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ നിലവിളി മാറുകയാ. രക്ഷപ്പെടാനുള്ള പിടിച്ചു മാറ്റമൊക്കെ മാറുകയാ. പെണ്ണ് ശാന്തമായിരിക്കുകയാ. ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഫുളൈല് ചോദിച്ചു, പെണ്ണെ സമ്മതിച്ചതാണോ? നീ നിലവിളിക്കുന്നില്ലല്ലോ, രക്ഷപ്പെടാൻ നോക്കുന്നില്ലല്ലോ, എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണല്ലോ, സമ്മതിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ ആ ഫുളൈലിനോട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഫുളൈലിനോട് ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാ. പരിസരത്തുള്ള ഒരു വീടിന്റെ അകത്തിരുന്നിട്ട് ഒരു മാതാവ് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിൽ എവിടെയോ ഒരു ഉമ്മ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാ. ആയത്ത് കേട്ടപ്പോ, ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോ ആ പെണ്ണിന്റെ കണ്ടടങ്ങൾ നിറയുകയാ. അല്ലാഹുവേ, തന്നെ വ്യഭിചരിക്കാൻ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനോട് ആ പെണ്ണ് ചോദിക്കുന്ന, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേടാ? അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് അടിച്ചു പൊളിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേടാ ഫുളൈലേ? വയസ്സ് കുറെ ആയില്ലേടാ ഫുളൈലേ? എന്തേടാ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ,
ആസ്വദിച്ചില്ലേടാ ചെറുപ്പക്കാരാ? എന്റെ ഉമ്മയോട്, എന്റെ ഉപ്പയോട്, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെൺമക്കളോട് ചോദിക്കുന്ന സഹോദരിമാരെ, ആസ്വദിച്ചില്ലേ? അടിച്ചു പൊളിച്ചില്ലേ? ജീവിതത്തിന്റെ എല്ലാം നീ സാധിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തേ നിനക്ക് നന്നാകാൻ പറ്റാത്തത്? പ്രായം ചെന്നിട്ട് പോലും വാപ്പാ മുടി നരച്ചില്ലേ ഉപ്പ? രോഗങ്ങളായില്ലേ ഉപ്പ? കൂടെ പഠിച്ച കൂടപ്പറപ്പും കൂടെ പഠിച്ചവരും ഈ കാണുന്ന പള്ളിയുടെ കബർസാലിൽ കൊണ്ടുവച്ചവനല്ലേ നീ? നിനക്ക് 40 കഴിഞ്ഞില്ലേ? 50 കഴിഞ്ഞില്ലേ? 60 കഴിഞ്ഞില്ലേ? എന്തേ വാപ്പാ നീ നന്നാകാത്തത്? ഏതു മനുഷ്യനും 40 വയസ്സ് കഴിഞ്ഞാ നന്നാകുമല്ലോ, 40 കഴിഞ്ഞാ നന്നാകുമല്ലോ. എന്തേ ഉമ്മ നന്നാകാത്തത്? എത്ര മയ്യത്ത് കണ്ടുമ്മ, എത്ര മയ്യത്ത് കണ്ടുമ്മ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് പോലും നീ കണ്ടവളല്ലേ ഉമ്മ? നിന്റെ കൂടപ്പറപ്പ് പോയില്ലേ? എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, എത്രയോ പേരുടെ ജനാസ ഭീമാ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരിയിട്ടവനല്ലേ പടച്ചവനെ കുമ്മന ഉസ്താദ്, അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദന്മാര് ജനാസ കൊണ്ടുവച്ചപ്പോഴും ഉസ്താദന്മാര് മരണത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ? ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന്, ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഈ ഉസ്താദന്മാര് മുഴുവനും പറഞ്ഞു തന്നിട്ട് പോലും എന്തേ നന്നാകാത്തത്? എന്തേ നന്നാകാത്തത്? ഖബർ കണ്ടാ നന്നാകുമടോ? മുത്തുനബിയുടെ മുമ്പിൽ, മഹാനായ നബി തങ്ങളുടെ മുമ്പിൽ സഹാബി വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. എടാ, കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? വ്യഭിചരിക്കുന്നത് മാറണോ? ഏത് ദുശീലവും മാറണോ? 5 നയാ പൈസയുടെ ചെലവില്ലടാ ചെറുപ്പക്കാരാ. ഏത് ദുശീലം വേണമെങ്കിലും മാറ്. നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, വല്ലാത്ത മടി തോന്നുന്നു നബിയേ. ആരാ ചോദിക്കുന്നതെന്നറിയോ? അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. സാധാരണ ചെറുപ്പക്കാരനല്ല. ആരാ അബൂദർ എന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ആരാണെന്നറിയോ? ഒരിക്കൽ നബി തങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളും ജിബ്രീലും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അബൂദർ നടന്നു പോവുകയാ. നബി തങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാ. അബൂദർ ചിന്തിക്കുന്നു, അല്ലാഹ്, നബി തങ്ങൾ എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറയണ്ട, ശല്യമായാലോ, നബി തങ്ങൾക്ക് ശല്യമായാലോ. അബൂദർ മിണ്ടാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ നബിയേ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. നബി തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ജിബ്രീലേ, അബൂദറിനെ നിനക്കറിയാമോ? അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനോട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ അബൂദറിനെ നിനക്കറിയുമോ? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? അപ്പോഴാണ് ജിബ്രീൽ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്അ അശ്റഫിൽ അർളി. ഭൂമിയിലെ ജനങ്ങൾക്കറിയില്ലെങ്കിലും, ഈ മദീനക്കാർക്കറിയില്ലെങ്കിലും, ആകാശ ലോകത്തുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. VVIP ആണ് നബിയേ, VVIP ആണ് നബിയേ. ഈ അബൂദറാണ് നബി തങ്ങളോട് ചോദിക്കുന്നത്, നന്നാകാൻ ഒരു വഴി പറഞ്ഞുതാ യാ റസൂലല്ലാഹ്.
മുത്തുനബിയുടെ മറുപടി ഈ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, നന്നാകണോ വാപ്പാ, നന്നാകണോ വാപ്പാ. മക്കളെ, ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? അതാ ഭീമാ പള്ളിയിലെ ചെറുപ്പക്കാര് പറയും, എനിക്ക് വല്ലാത്ത ചങ്കൂറ്റമാ സിറാജേ, ഏത് പാതിരാത്രി വേണമെങ്കിലും ഞാൻ ഏത് സ്ഥലത്തുകൂടെയും ഒറ്റയ്ക്ക് നടന്നു പോകാൻ ധൈര്യമുള്ളവരാ. എനിക്ക് യക്ഷിയെ പേടിയില്ല, എനിക്ക് ഒരുത്തരെയും പേടിയില്ല. ഏതു പാതിരാത്രിയും ഞാൻ ഒറ്റയ്ക്ക് എവിടെ വേണമെങ്കിലും പോകുമെന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന പെരുമ ഈ നാട്ടിലെ ചെറുപ്പക്കാരോട്, മോനെ പാതിരാത്രി 12 മണിക്കും 1 മണിക്കുമെന്ന് പോകണ്ടടാ. നാളെ രാവിലെ ഒരു 11 മണിയാകുമ്പോ നിനക്ക് സമയം കിട്ടിയ ഭീമാ പള്ളിയുടെ ഖബർസാനിലൊന്ന് പോകടേ മോനെ. ഖബർ നേരത്തെ കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഭീമാ പള്ളിയുടെ ഖബർസാനിൽ നാളെ ഒരു 11 മണിക്ക് ഒറ്റയ്ക്ക് ചെന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ മുകളിൽ നിന്ന് എല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ട്, ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നാളെ പകല് 11 മണിക്ക് ഈ കാണുന്ന ഭീമാ പള്ളിയുടെ ഖബർസാനിൽ കുടിച്ചിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഖബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാനുള്ള ചങ്കൂറ്റം ഏത് ചെറുപ്പക്കാരനാടാ, ഏത് ചെറുപ്പക്കാരനാടാ? മോനെ, കണ്ണ് നിറയാതെ, കൈകാലുകൾ വിറയ്ക്കാതെ, ഹൃദയമൊന്ന് പിടയ്ക്കാതെ ഖബറിനകത്ത് ഇറങ്ങിയിരിക്കാതിരക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലടാ മോനെ. ഏത് ചങ്കൂറ്റമുള്ളവനും പതറിപ്പോകുമടാ. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാണ്. ഖബർ കണ്ടാ കരയണമെന്നാ, ഖബർ കണ്ടാ കരയണമെന്നാ. ചെറുപ്പക്കാരാ, ഇറങ്ങല്ലേടാ മോനെ, ഖബറിനകത്ത് ഇറങ്ങല്. ചിലപ്പോ നിന്നെ അതിനകത്തിട്ട് മൂടേണ്ടി വരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് അതിനുള്ള ധൈര്യമൊന്നും കാണില്ല. നീ ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്ന കുടിയിലേക്കൊന്ന് നോക്കുമോനെ, ഖബർസാനിലേക്കൊന്ന് നോക്കുമോനെ. ഭീമാ പള്ളി വിറപ്പിച്ച ഒരുപാട് പേരവിടെ കിടക്കുന്നുണ്ടടാ. ഈ നാട്ടിലെ കൊലകൊമ്പന്മാര്, കോടീശ്വരന്മാര്, ഗുണ്ടകള്, ഈ നാട് വിറപ്പിച്ച എത്രയോ കൊലകൊമ്പന്മാര് ഭീമാ പള്ളിയുടെ മണ്ണിനടിയിൽ കിടക്കുന്നടാ. അവന്റെ ഖബറിന്റെ മുകളിൽ നിൽക്കുന്ന ചെടി നിന്നെ നോക്കിയിട്ട് ചിരിക്കുകയാ. ആ ഖബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അത് ചിരിക്കുകയാ. പറയുന്നത് എന്തെന്നറിയോ? എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്താണ്, അവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരും ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഖബറിലേക്ക് നോക്കടാ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും വന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. നിബിതങ്ങൾ പറഞ്ഞടാ ചെറുപ്പക്കാരാ, നന്നാകുമടാ മോനെ. ഖബറിന്റെ ചാരത്തു പോയാ ഏത് വൃത്തികെട്ടവനും നന്നാകുമടോ, ഏത് ദുശീലവും മാറുമടോ. എന്റെ ഭീമാ പള്ളിയിൽ വഴുത് കേൾക്കാമെന്ന ഉമ്മ, നീ പള്ളിപ്പറമ്പില് പോകാറില്ല. നിനക്ക് നന്നാകണോ, നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ, യേശടിയും പരദൂഷണവും തമ്മിലടിയും എല്ലാം മാറണോ പെങ്ങള്? മരിച്ച വീട്ടില് പോകണേ ഉമ്മ.
ആ വീടിന്റെ പരിസരത്ത് ടാർപ്പ് കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ റൂം കാണാ, ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു റൂം കാണാ. മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ പോകണേ ഉമ്മ. ആ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിന്റെ അകത്തൊന്ന് കേറി ചെല്ലടേ. ഭീമാപ്പള്ളിയിലെ ചെറുപ്പക്കാരുടെ മുഴുവനും കണ്ണിന് കുളിർമയേകിയിരുന്ന പെൺകുട്ടിയാ കിടക്കുന്നത്. അവൾക്ക് ഓടണ്ട, അവൾക്ക് ചാടണ്ട, അവൾക്കൊന്നും മിണ്ടണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കുന്നത് കാണാ. മയ്യത്ത് കുളിപ്പിക്കുന്നത് കണ്ടാ ജീവിതത്തിൽ മാറ്റം വരുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഖുർആൻ കേട്ടിട്ടാ ഉമർ നന്നായത്, ഖുർആൻ കേട്ടിട്ടാണ് പടച്ചവനെ ഒരുപാട് പേര് നന്നായത്. ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തെള്ളിയവര് മുഴുവനും ഖുർആൻ കേട്ട് നന്നായവരാ. പെങ്ങളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ഖുർആൻ കേട്ടിട്ട് ബോധം കെട്ട് വീണ മഹ്ദിയാ. ഇതുപോലെ ഒരുപാട് പേരുടെ ചരിത്രമുണ്ടോ. പക്ഷേ നമ്മൾ നന്നാകുന്നില്ല. അള്ളാന്റെ ഖുർആൻ കേട്ടപ്പോ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ ഉമർ തങ്ങൾ നന്നായി. എന്റെ പ്രിയപ്പെട്ടവരെ, കൊട്ടേഷ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ലോകമറിയുന്ന പണ്ഡിതനായത് ഖുർആൻ കേട്ടിട്ടാ. ഒറ്റ ആയത്ത്, ഖുർആൻ മൊത്തമൊന്നും കേട്ടില്ല. നമ്മൾ ഖുർആൻ പഠിച്ചിട്ട് നടക്കാം. ഖുർആൻ ഇങ്ങനെ രണ്ട് ചെവി കൊണ്ട് ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഒരു ചലനം പോലും എന്റെയും നിങ്ങളുടെ ഹൃദയത്തിലില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നേരം വെളുത്തത് മുതൽ വൈകുന്നേരം വരെ 24 മണിക്കൂറും മൈക്കിലൂടെ ഖുർആൻ ഇട്ടാലും നമുക്കെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ? എവിടെ മാറ്റം? എന്ത് മാറ്റം? ഒരു ചലനം പോലും ഇല്ലടോ നമുക്ക്. എന്തേ അതിന്റെ കാരണം? ഒറ്റ ആയത്ത് കേട്ടപ്പോ എത്രയോ പേര് നന്നായി. ഖുർആൻ മുഴുവനും കേട്ടിട്ട് നമ്മൾ നന്നാകുന്നില്ല. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. എന്റെ സമയമായോ? കറക്റ്റ് ടൈമാ എൻ്റെ വണ്ടി. 10:56 11 മണി വരെ എൻ്റെ സമയം. കറക്റ്റ് ടൈമിലെ ഇപ്പോൾ ഓടുന്നത്. എങ്ങനാ നിർത്തണോ? എൻ്റെ സമയം കഴിഞ്ഞടോ. 11 മണി കറക്റ്റ് 1 മണിക്കൂറാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റായി ഇപ്പോൾ ടൈം. അള്ളാഹു ഇതുപോലെ എൻ്റെ അവസാനവും നന്നാക്കി തരുമാറാകട്ടെ. കറക്റ്റ് ടൈമിലാണ് വണ്ടി ഓടുന്നത്. അവസാന സമയം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. കാരണം മനുഷ്യൻ്റെ ഇന്നലെ ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി. നടുവിന് വേദനയായതുകൊണ്ട് എഴുന്നേക്കാൻ വയ്യ. എൻ്റെ കൈ പിടിച്ച് പൊക്കിയ സഹോദരൻ ഇന്ന് രാവിലെ മരിച്ചുപോയി. ഇന്ന് രാവിലെ അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പൊക്കിയ മനുഷ്യനാ. സാധാ ശരീരമൊക്കെ സൂക്ഷിക്കണമെന്ന് എന്നെ ഉപദേശിച്ചു. ഇന്ന് രാവിലെ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. അള്ളാഹു ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ആരാന്നറിയില്ല. ഓരോ മനുഷ്യന്റെ കാര്യം എപ്പോഴാന്നറിയില്ല. അള്ളാഹു അദ്ദേഹം നല്ല മനുഷ്യൻ, 5 നേരം പള്ളി വരുന്ന മനുഷ്യനാ. മരിക്കുന്നതിന് മുമ്പേ ജമാഅത്തിന്റെ പ്രസിഡന്റിനോട് പറഞ്ഞു, വസിയത്ത് ചെയ്തിട്ട് പോയി എൻ്റെ മയ്യത്ത് ഇവിടെ കബറടക്കണേന്ന്. ഞാൻ മരിച്ച ഇന്ന സ്ഥലത്ത് കബറടക്കണേന്ന് പറഞ്ഞിട്ടാ മനുഷ്യൻ പോയത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അരമണിക്കൂറും കൂടെ ഇരിക്കുവോ? കുറെ നാളായിട്ട് വഴുത് പറയാത്തതിന്റെ ഊർജ്ജമുണ്ട് മിക്കവാറും. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമുക്കൊക്കെ മദീനത്ത് ചെന്നിട്ട് ആ പച്ച കുബ്ബയുടെ അടിയിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുത്തുനബിയുടെ റൗളയുടെ മുമ്പിൽ ചെന്ന് സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാഹ്. അവിടെ ചെന്ന് സലാം പറയാൻ ഭാഗ്യം തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. കാണണോ? ആഗ്രഹമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടോ? ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ആരും ജീവിച്ചിട്ടില്ല. നബി തങ്ങൾ വഫാത്തായി പോയി. ആ വഫാത്തായി പോയ നബി തങ്ങളെ കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. പൈസ ഒന്നും തരണ്ടല്ലോ. ഒന്ന് കൈപൊക്കട. അരക്കയ്യന്മാരുണ്ടോ പടച്ചവനോട്? അള്ളാഹുവെ, ആരൊക്കെ ഇവിടെ ഇരുന്ന് കൈപൊക്കിയോ ഇവർക്ക് മുഴുവനും നീ കാണാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഏത് നന്മ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിന് പകരം നീ കാണാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ആ കൈ പൊക്കാത്തവനെ ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും. മൊബൈല് തലയിൽ വീഴാതിരുന്നാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഉസ്താദെ, നിങ്ങൾ പറയുന്നു ഖുർആൻ കേട്ടാൽ നന്നാകും. ഞാൻ എന്തേ നന്നാകാത്തെ?
എടാ ഓരോരുത്തരും ഇപ്പൊ ഭീമാ ഉമ്മച്ചി അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ഉമ്മാനെ കുറ്റം പറയണവരില്ലേ? ഈ മക്കാമി കിടക്കണ മഹാന്മാരെ കുറ്റം പറയുന്നവരില്ലേ? പരിഹസിക്കുന്നവരില്ലേ? മുണ്ടും മടക്കി കുത്തി അടക്കുന്നവരില്ലേ? ഇവനൊക്കെ പറയണൊക്കെ വിചാരിക്കും പടച്ചനെ ഇവന് മരിക്കണമെന്ന് പേടിയൊന്നുമില്ല. അല്ലാതെ ചില ആൾക്കാർ അങ്ങനാടോ. എന്തുകൊണ്ടാണ് നന്നാകാത്തത്? എത്ര വലിയ ഉപദേശം കേട്ടിട്ട് നന്നാകണില്ല. എടാ ഉസ്താദ് വിളിച്ച് മരണവും കബറും നരകവും പറഞ്ഞ ഓൻ ചിരിച്ചോണ്ട് കിടക്ക. എന്ത് കബറ്, എന്ത് മരണം? അതൊക്കെ നിങ്ങൾ ചുമ്മാ പറയണല്ലേ എന്നാ പറയണേ. ഉസ്താദന്മാര് കബറും നരകമൊക്കെ പറയുമ്പോൾ എന്തൊരു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നൊന്നുമല്ല. ഈ പള്ളികളിൽ മദ്രസകളിലൊക്കെ ഉസ്താദന്മാര് മയക്കുമരുന്നിനും കള്ളിനെതിരെയൊക്കെ പ്രസംഗിക്കും. മദ്രസകളിൽ ക്യാമ്പ് നടത്തും. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനേക്കാളും വലിയ ഭവിഷ്യത്ത് എന്തെന്നറിയോ? കള്ളും കഞ്ചാവും ഒന്നും അല്ലടോ. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? ഇന്നത്തെ കുട്ടികൾക്ക് മരണവും ഖബറും ഒന്നും വിശ്വാസം ഇല്ലടോ. മരണവും ഖബറും നരകം വിശ്വാസമുണ്ടോ? സ്വർഗം വിശ്വാസമുണ്ടോ? ഇല്ലടോ. താടിയും തഴമ്പുള്ള വാപ്പ നിനക്ക് സ്വർഗമുണ്ട്. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. നബിതങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് രാത്രി മോനെ പിടിച്ചടുത്തിരുത്തി അല്ലെങ്കിൽ മോളെ പിടിച്ചടുത്തിരുത്തി എന്നിട്ട് പറഞ്ഞു, മോളെ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാ. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ഇന്നഫിൽ ജന്നത്തിലെ ഷജറ. നബിതങ്ങൾ പറയുക, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരാൾ സഞ്ചരിക്കുക. ഒരു മരത്തിന്റെ ചുവട്ടിൽ കൂടെ ഒരു കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയാ. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമോ ഒന്നുമല്ല, 50 കൊല്ലമല്ല, 100 കൊല്ലം ഒരു മനുഷ്യൻ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ പറ്റാത്ത വലുപ്പമുള്ള മരം സ്വർഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കൊല്ലമല്ല, ഒരു 100 കൊല്ലം ഒരു മനുഷ്യൻ വാഹനപ്പുറത്ത് സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മുസ്ലിം വീട്ടിൽ ചെന്നിട്ട് മോനോട് പറഞ്ഞ ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. ഇവിടെ പ്രസിഡന്റ് ആവട്ടെ ആരും ആകട്ടെ, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മക്കള് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും. എന്തൊരു തെള്ളലാ വാപ്പ, എന്തൊരു തെള്ളലായത്. ഇങ്ങനെയുണ്ടോ? അല്ല 100 കൊല്ലം സഞ്ചരിച്ച എന്താ വാപ്പ ഇത് പറയണേ? ഉമ്മമാര് വീട്ടിൽ ചെന്നിട്ട് കട്ടൻ ചായ വെച്ചപ്പോ മോൾ ഓടി വന്ന് തൊട്ടതും കൈവലിച്ചു. ഉമ്മ ഉടനെ പറയാ, മോളെ ഇതൊന്നും ഒന്നുമല്ല, നരകത്തിലെ തീയുടെ 70 അംശമുള്ളൂ. അവളൊരു പോക്കും പോകും, പിന്നെ പുല്ലും കാണില്ല, ഒന്നും കാണില്ല, ഒറ്റ പോക്കില്. വിശ്വാസമില്ലേ ഗാദി? ഇവിടെ ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസമില്ല. ഇതൊക്കെ ചുമ്മാതാന്നാ പറയണേ. അതൊക്കെ അവിടെ പോകുമ്പോ കാണാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതൊക്കെ നമുക്ക് അവിടെ പോകുമ്പോ കാണാം. എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തതിന്റെ കാരണം ഖുർആൻ തന്നെ പറയുന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, ഖുർആനിനെ പരിഗണിക്കാതിരിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിച്ചില്ലെങ്കിൽ, അതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട ആദരവ് കൊടുത്തില്ലെങ്കിൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, മോനെ അല്ല തരുന്ന ശിക്ഷയാടാ പറയുന്നത്. വാപ്പാനെ തല്ലുന്ന മക്കള്, ഉമ്മാനെ കൊല്ലുന്ന മക്കള്, കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന മക്കള്, കൂടപ്പറപ്പുകളെ തല്ലിക്കൊല്ലുന്ന മക്കള്, പടച്ചവനെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന മക്കളുടെ കാല് പിടിച്ചിട്ട് ഉമ്മ കരയുകയാ. കരുണയില്ലാതെ പോകുന്നല്ലോ. ഉസ്താദേ എന്റെ മോനെന്തു പറ്റി, ഉസ്താദേ എന്റെ മോൾക്കെന്തു പറ്റി, ഇവളിങ്ങനെ ആയിരുന്നില്ലല്ലോ, ഉസ്താദേ എന്റെ വാപ്പയ്ക്ക് 60 വയസ്സായി, നന്നാകുന്നില്ലല്ലോ. ഉമ്മ നാവെടുത്ത ശപിക്കുകയാ, പ്രാവുകയാ, ചീത്ത പറയുകയാ. എന്തേ ഉസ്താദേ എന്റെ ഉമ്മച്ചി നന്നാകാത്തത്? ആ നന്നാകാത്തതിന്റെ കാരണം അല്ല പറയുകയാ, വഇൻ തദ്ഉഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു
അല്ലാഹു പറയുകയാ വഇൻ തദ്ഉഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ല ബാപ്പാ. ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കലാമിനെ കളിയാക്കുന്നവന്, പരിഹസിക്കുന്നവന്, നിസാരമാക്കുന്നവന്, നിന്ദനാക്കുന്നവന്, പരിഗണിക്കാത്തവന് ഒരിക്കലും നീ നന്നാകില്ലടാ. ഒരു കാലത്തും നീ നന്നാകില്ലടാ. ആരൊക്കെ നന്നാക്കാൻ നോക്കിയാലും നീ നന്നാകൂല. നിന്റെ ഹൃദയത്തിൽ ഈമാൻ കേറൂല. നിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കിതാബ് പഠിച്ച ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നല്ലോ. നിങ്ങൾ നോക്കടോ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കടോ. അല്ലാഹു പറയുകയാണ് വഇൻ തദ്ഉഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈമാനിന്റെ വെളിച്ചം കേറൂല. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല വാപ്പാ. നീ പൊട്ടിക്കരഞ്ഞാൽ, നെഞ്ചു പൊട്ടിക്കരഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ മക്കൾ കേൾക്കൂല. കാരണമെന്ത്? വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിന്റെ ചെവി അല്ലാഹ് അടച്ചടാ ചെറുപ്പക്കാരാ. പ്രായമായിട്ടും നന്നാകാത്ത വാപ്പാ, ഇനി എങ്കിലും നീ മനസ്സിലാക്ക്, നിന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പെങ്ങളെ, നിന്റെ ഉമ്മാടെ ഹൃദയം അല്ലാഹു സീലി വെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനാ തുറക്കുക? ആ അടച്ചു വെച്ചിരിക്കുന്ന ചെവിയ്, ആ സീലടിച്ചിരിക്കുന്ന ഹൃദയം അല്ലാഹു സീലി വെച്ചതാരാ തുറക്കുന്നത്? ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അതുകൊണ്ട് അല്ലാഹു എഴുതി തെള്ളും മക്കള്, അല്ലാഹു എഴുതി തെള്ളും മക്കള്. പിറ്റേവരെ നന്നാക്കാൻ ഈ ലോകത്ത് ഒരു മഖ്ലൂക്കിനും കഴിയില്ല. അങ്ങനെയുള്ളവന്മാരാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവരാണ് കളിയാക്കുന്നത്, അവരാണ് പരിഹസിക്കുന്നത്. അവന് പേടിയില്ലടോ, അവന് മരണചിന്തയില്ലടോ. അവനെ എത്ര ഉപദേശിച്ചാലും അവൻ നന്നാകില്ലടോ. ഭീമാവുമ്മാടെ മുമ്പിലും മുണ്ട് മടക്കി കുത്തി നടക്കുന്നവനാ, ചീത്ത വിളിക്കുന്നവനാ, വൃത്തികേടുകൾ പറയുന്നവനാ. അവന് പേടിയില്ലടോ, അവന് പേടിയില്ലടോ. അവരാണ് പരിഹസിക്കുന്നത്, അവരാണ് കളിയാക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ നന്നായിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. പ്രായമാകണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട. മക്കളെ, നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണ് മരിച്ചു പോകുന്ന കാലമാ. അതുകൊണ്ട് ഓരോ ഉറൂസുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ജീവിതത്തിൽ മാറ്റം വരണ്. 8 ദിവസമായി ഉസ്താദന്മാരുടെ വഴുത് കേൾക്കുന്നവരാ. ഇനിയും നാളെ പടച്ചവനെ നൗഷാദ് ബാക്കവി ഉസ്താദ്, പിന്നെ പടച്ചവനെ നിങ്ങളുടെ ഖതീബ് കുമ്മനം നിസാമുദ്ദീൻ അസ്സരി ഉസ്താദ് വഴുതുകൾ കേട്ടിട്ട് കാര്യമില്ല മക്കള്. ജീവിതത്തിൽ മാറ്റം വരണ്, ജീവിതത്തിൽ മാറ്റം വരണ്. അല്ലാതെ 2 മണിക്കൂർ നിൽക്കുന്ന വഴുത് കേട്ടിട്ട് ഇറങ്ങി പോകുമ്പോ കളിയും തമാശയും പറഞ്ഞു പോയാ പിന്നെ ഇതുകൊണ്ട് എന്ത് നേട്ടമാടോ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വഴുതു പറയുന്ന ഞാൻ എന്റെ വീടെത്തുമെന്നുറപ്പില്ല, നിങ്ങൾ നേരം വെളുപ്പിക്കുമെന്നുറപ്പില്ല. നമ്മളിൽ ആരാണ് ആദ്യം പോകുന്നതെന്നറിയില്ല. കഴിഞ്ഞ ഉറൂസിനുണ്ടായിരുന്ന പലരും എന്ന പള്ളിപ്പറമ്പിലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നന്നായിക്കോ. അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്ത് നന്നായിക്കോ. ഒരു നല്ല അവസരം അല്ലാഹു തരികയാണ്, ഒരു നല്ല ചാൻസ് അല്ലാഹു തരികയാ. പാഴാക്കി കളയല്ലേ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയുകയാ. പലരും പറയാറുണ്ട്, ഉസ്താദ് ഞാൻ തൗബ ചെയ്യാറുണ്ട് ഉസ്താദ്, ഞാൻ ദുആ ചെയ്യാറുണ്ട് ഉസ്താദ്. വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം, ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം. പറയുന്നത് ഒരു വാക്ക്
വാക്കാണോ, ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കുമടോ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയൊന്നും വേണ്ട. ഇത് മതിയടാ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും പൊറുക്കാൻ. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും എല്ലാ വൃത്തികേടുകൾ ചെയ്തതും പൊറുക്കണമെങ്കിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതി മോനെ. പറയേണ്ടത് പോലെ പറയണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടത് പോലെ പറഞ്ഞാൽ വെറുതെ കിടന്ന് ഷോ കാണിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടത് പോലെ പറയണം. അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടത് പോലെ പറയണം. ഒറ്റ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതി. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരും ചെറുപ്പക്കാരാ. പ്രതീക്ഷ കൈവിടണ്ടടാ മോനെ. നിരാശ വേണ്ടടാ, നിരാശ വേണ്ട പെങ്ങള്. എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും നിരാശ വേണ്ട. തൗബ ചെയ്യാൻ തയ്യാറാകൂ. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാ തയ്യാറാകൂ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടമുള്ള ഒരു സ്വഹാബിയാണ് സഅലബത്ത് ബിൻ അൻസാ. സഅലബ റളിയല്ലാഹു തആല അൻഹു. സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സഅലബാനെ നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പടച്ചവരെ, നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ് സഅലബ. സഅലബത്ത് ബിൻ അൻസാ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഇങ്ങനെ ഒരു വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോവുകയാ. എന്റെ ചെറുപ്പക്കാരോട്, പാപം ജീവിതത്തിൽ ചെയ്തവരോട്, തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവരോട്, തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചരിത്രം പറയാ. സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരു വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോവുകയാണ്. ഒരു പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിക്കുകയാ. സഅലബ അവിടെ നിൽക്കുകയാണ്. ആ പെണ്ണ് കുളിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ്. സാധാരണ നോട്ടമല്ല, ആ പെണ്ണ് കുളിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാ. പടച്ചവനെ, ഒരുപാട് സമയമായി ആ പെണ്ണിങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് രസിച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സഅലബത്ത് ബിൻ ഇബ്രാഹിം ചിന്തിക്കുന്നു, അല്ലാ, ഞാൻ ചെയ്തത് പാപമാണല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചല്ലോ അല്ലാ, ഒരു അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ. ഇനി എങ്ങനാ ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ പോകുന്നത്? ഈ പെണ്ണിന്റെ ശരീരം കണ്ട ഈ കണ്ണുമായി ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനെയാ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങനെ കാണാനാ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മുത്തുനബിയുടെ മുമ്പിലേക്ക് ഇനി ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. മരുഭൂമിയിലൂടെ ഓടുകയാണ്. മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരയുന്നു. ഹസറത്ത് ദുനിയാ വല്ലാഹിറ. കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. എടാ, ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല. പിന്നെ സഅലബയെ ആരും കണ്ടിട്ടില്ല മക്കള്. 40 ദിവസം കഴിഞ്ഞപ്പോ, 40 ദിവസമായി സഅലബാനെ ആരും കണ്ടിട്ടില്ല. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട അങ്ങയുടെ അനുചരൻ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ. അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ. സഅലബയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ. ഒന്ന് പറഞ്ഞേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ വന്ന് പറയണമെങ്കിൽ, അല്ലാഹു ജിബ്രീലിനെ പറഞ്ഞു വിടണമെങ്കിൽ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകും
ഉണ്ടാകും ചെറുപ്പക്കാരാ. എത്രത്തോളം അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ടുണ്ടാകും പെങ്ങള്. നബി തങ്ങളെ സുബഹിക്ക് പള്ളിയിൽ വന്നു, നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങളെ ചോദിക്കുന്നു, എവിടെ സഅലബ, എവിടെ? കാണുന്നില്ല നബിയേ, കാണുന്നില്ല നബിയേ. മാസങ്ങളായി, ഒരുപാട് ആഴ്ചകളായിട്ട് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, ഉമറേ. ഉമർ തങ്ങളെ വിളിക്കുകയാ, സൽമാനിൽ ഫാരിസിയെ വിളിക്കുകയാ. രണ്ടുപേരോടും പറഞ്ഞു, സഅലബാനെ എന്റെ മുമ്പിൽ കൊണ്ടുവരണം, എവിടെയുണ്ടെങ്കിലും സഅലബ എന്റെ മുമ്പിൽ കൊണ്ടുവരണം. രണ്ടുപേരും ഇറങ്ങി പോവുകയാണ്. സുബഹി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. നാട് മുഴുവനും തിരയുകയാണ്, സഅലബയെ കാണാനില്ല. പടച്ചവനെ അവസാനം ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ നടക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ, ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, സഅലബയെ കണ്ടോ? ആടുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ, എവിടെയെങ്കിലും നിങ്ങൾ സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? ആട്ടിടയൻ പറയുകയാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ ആടിന് വെള്ളമെടുക്കാൻ പോയപ്പോ മുടിയൊക്കെ ജട പിടിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ഭ്രാന്തനെ പോലെ മണ്ണ് വാരിയിട്ട് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഉമറേ, നിങ്ങൾ തിരയുന്ന മനുഷ്യൻ ആ ചെറുപ്പക്കാരനായിരിക്കാം. പറഞ്ഞ അടയാളം വെച്ച് സൽമാനിതങ്ങളും ഉമർതങ്ങളും കടന്നു ചെന്നു. അല്ലാഹുവേ, വൈകുന്നേര സമയമായപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാ. മുടിയൊക്കെ ജട പിടിച്ച് എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ തിളച്ച് കിടക്കുന്ന മണ്ണിൽ വന്ന് കിടന്ന് ഉരുളുകയാണ്. മണ്ണുവാരി ശരീരത്തിടുകയാണ്. അല്ലാഹുവേ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ റബ്ബേ. മരിച്ചാ മതിയായിരുന്നു റബ്ബേ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഭ്രാന്തനെ പോലെ നിലവിളിക്കുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, സഅലബാ. മുത്തുനബി വിളിക്കുന്നു, സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുകയാണ്, ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല. ഞാൻ പാപിയാ, ഞാൻ പാപിയാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ. മുത്തുനബിയുടെ മുമ്പിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, മുത്തുനബി നിന്നെ വിളിക്കുന്നു, സഅലബാ, നിന്നെ കൊണ്ടുപോകാമെന്നതാണ്. സഅലബ പറഞ്ഞു, ഞാൻ വരൂല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപൊക്കോ ഉമറേ, അല്ലാതെ ഞാൻ വരൂല. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും നിൽക്കുകയാണ്. അതാ സഅലബയ്ക്ക് മനസ്സിലായി കൊണ്ടുപോകുമെന്ന്. അവസാനം അവിടെ നിന്ന് സമ്മതിക്കുകയാണ്. സഅലബ പറഞ്ഞു, ഉമറേ, നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ, നിസ്കാരത്തിന്റെ സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ സമ്മതിക്കുകയാണ്. അല്ലാഹുവേ, അവസാനം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ നിസ്കാരത്തിന്റെ സമയമായി. എല്ലാവരും പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സഫ് കെട്ടി. മുത്തുനബി ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഖുർആൻ ഓതുകയാ. ഒന്നുപെടുത്തിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിസ്കരിക്കാ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്തേതാ? അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
ഈ ആയത്തങ്ങ് കേട്ടപ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂ ഈ ആയത്തങ്ങ് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീഴുകയാ. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അല്ലാഹുവേ അവിടുന്ന് ഓതിയ ആയത്ത് കേട്ടപ്പോ സഅലബ തളർന്ന് താഴെ വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബത്ത് അബ്ദുറഹ്മാനിന്റെ ചാരത്ത് വന്നു. കുടിക്കാൻ വെള്ളം കൊടുത്തു. എന്തൊരു കോലമാണ് സഅലബ! എവിടെയായിരുന്നു സഅലബ? എവിടെയായിരുന്നു സഅലബ? നബി തങ്ങളൊന്നും ചോദിച്ചില്ലടോ. മുത്തുനബി പറഞ്ഞു, അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചിരിക്കുന്നു സഅലബ. സൽമാനെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ നബി തങ്ങൾ പറയുകയാണ്. മുത്തുനബി സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. റബ്ബേ 8 ദിവസം കഴിഞ്ഞ് ചെറുപ്പക്കാരാ, 8 ദിവസം കഴിഞ്ഞപ്പോ അതാ സൽമാൻ തങ്ങൾ ഓടി വരികയാ. യാ റസൂലല്ലാഹ്, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ. ഉറങ്ങാറില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കരച്ചലാണ് നബിയേ. വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒന്ന് വരണേ നബിയേ, ഒന്ന് വരണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലും സൽമാൻ തങ്ങളും സഅലബയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. റബ്ബേ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നബി തങ്ങൾ ചെന്നടോ. അല്ലാഹുവിന്റെ റസൂൽ അടുത്തിരിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ചാരത്ത് മുത്തി നബി ഇരുന്നു. എന്നിട്ട് ആ തലയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ മടിയിലേക്ക് വെച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സറഫാക്കപ്പെട്ട മടിയിലേക്ക് സഅലബയുടെ തല വെക്കുമ്പോ സഅലബ തല വലിക്കുകയാ. അവിടുന്ന് തല വലിച്ചിട്ട് താഴെ ഇടുകയാ. നബി തങ്ങൾ ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ സഅലബ? എന്റെ മടിയിലെ തല വെച്ചത് നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഞാനൊന്ന് വരാ, ഞാനും നടുത്തിരിക്കാ, ഞാൻ അവരുടെ ശരീരത്തിലൊന്ന് തൊടാറ് ഏത് മനുഷ്യനും കൊതിക്കുമല്ലോ സഅലബ. എന്റെ മടിയിലേക്ക് നിന്റെ തല വെച്ചപ്പോ എന്തേ വലിച്ച് താഴെയിടുന്നത്? എന്തേ തലവഴിച്ച് താഴെയിടുന്നത്? നിനക്കിഷ്ടമായില്ലേ സഅലബ? യാ റസൂലല്ലാഹ്, ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന കാര്യമല്ലേ നബിയേ? എത്ര വലിയ ഭാഗ്യവാൻ നബിയേ, എത്ര വലിയ ഭാഗ്യവാൻ നബിയേ. പക്ഷേ എന്റെ തല അങ്ങയുടെ മടിയിൽ വെക്കാ എനിക്ക് അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ. ഞാൻ വ്യഭിചരിച്ചവനാണ് നബിയേ, ഞാൻ പാപം ചെയ്തവനാണ് നബിയേ. തറയിൽ കിടന്ന് പിടയുമ്പോഴെങ്കിലും അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ. അതുകൊണ്ടാണ് നബിയേ ഞാൻ എന്റെ തല വലിച്ച് താഴെ ഇട്ടതെന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സഅലബ നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു സഅലബ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബ. ഭീമാ പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള മുസ്ലിമേ, സഅലബ ചെയ്ത പാപം എന്താടാ ചെറുപ്പക്കാരാ? കള്ളു കുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, പലിശ തിന്നില്ല, ശിർക്ക് ചെയ്തില്ല. മക്കളെ, വഴിയിലൂടെ നടന്നു പോയപ്പോ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ കുളിയൊന്ന് നോക്കിപ്പോയ ഒറ്റ കാരണം കൊണ്ട്, ഒരു പെണ്ണിന്റെ ശരീരം കൊണ്ടതിന്റെ പേരിലാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നെഞ്ചുപൊട്ടികെട്ട് മരിച്ചു പോയതെന്ന് ചരിത്രം പറയുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കടോ. എന്റെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, മക്കളെ, 20
25 വയസ്സല്ലേടാ നിനക്കായുള്ളൂ. നിന്റെ വാപ്പയുടെ വയസ്സെത്രയാടാ? 50 60 വയസ്സുള്ള നിന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാറില്ലടാ. നിന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാറില്ല, ഒന്നും മുറുക്കുക പോലും ഇല്ലടാ മോനെ. അതൊക്കെ ലഹരി കലർന്നതാണെന്ന് കരുതിയിട്ട് നിന്റെ വാപ്പ 60 കൊല്ലം ജീവിച്ച മനുഷ്യരാ. ഈ പ്രായത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും നിന്റെ വാപ്പ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ലടാ പൊന്നുമോനെ. ആ വാപ്പയുടെ മകനായ നീ കഞ്ചാവും മയക്കുമരുന്നും MDM വരെ ഉപയോഗിച്ചില്ലേടാ പോരെ. 25 വയസ്സിന്റെ ഇടയിൽ നീ ചെയ്യാത്ത എന്തോ പാപപാടാ ഉള്ളത്. വഴുത കേൾക്കാമെന്ന പെങ്ങള്, 60 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തിൽ നിന്റെ വാപ്പയല്ലാതെ ഒരു മനുഷ്യനും മറിഞ്ഞുകൊണ്ട് തൊട്ടിട്ടില്ല. ആ ഉമ്മാടെ മകളായ നീ കോളേജിൽ പഠിക്കാൻ പോകുന്ന, സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പേര് പറഞ്ഞു കാമുകന്റെ കൂടെ പോയ സർവ്വതം കഴിഞ്ഞിട്ട് അവസാനം വൈകുന്നേരം വീട്ടിൽ കയറി വന്ന് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പറ്റിക്കുന്ന പെങ്ങള്, ബെഡ്റൂമിന്റെ അകത്ത് കയറിയിട്ട് വാതിലടച്ച മൊബൈൽ എടുത്തിട്ട് ഇന്നത്തതെല്ലാം അടിപൊളിയായിരുന്നടാ എന്ന് മെസ്സേജ് ഇട്ട് രസിക്കുന്ന പെണ്ണ്. എന്തൊരു ധൈര്യമാ മോളെ, എന്തൊരു ധൈര്യമാ മോളെ. അതുകൊണ്ട് നിർത്തുകയാ. ഭീമാ ഉമ്മാടെ മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് അല്ല തരുന്നൊരവസരവാടാ ചെറുപ്പക്കാരാ. ഉപ്പമാരെ ഉമ്മമാരെ, അല്ല തരുന്ന ഒരു ചാൻസാ. ഇതുപോലെ ജീവിതത്തിൽ ഒരവസരം കിട്ടണമെന്നില്ല. ഇതുപോലെ ഒരു ചാൻസ് നിന്റെ ജീവിതത്തിൽ കിട്ടണമെന്നില്ല. അല്ലാഹു തരുന്ന ഒരവസരമാ. മക്കളെ, റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞോ, കരയണോ നിലവിളിക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പറഞ്ഞോ, ഒരു പേടിയും വേണ്ട. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. മരിച്ച പെണ്ണിന്റെ മയ്യത്തിന് ഖബറിനകത്തിട്ട് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ്. എന്തിനാ മക്കളെ ഭയപ്പെടുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്തിനാടാ സിറാജെ പേടിക്കുന്നത്? നീ കള്ളു കുടിച്ചവനാണോ? നീ വ്യഭിചരിച്ചവനാണോ? നീ പലിശ തിന്നവനാണോ? നീ എന്ത് വൃത്തികേടുകൾ ചെയ്തവനാണോ? എന്നോട് പറയടാ സിറാജ്, എന്നോട് പറയടാ സിറാജ്. പുറത്തു തരാമെന്ന് എന്റെ റബ്ബ് എന്നോട് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, വെറുതെ പറഞ്ഞ റബ്ബ് പുറത്തു തരൂല. ഷോ കാണിച്ചിട്ട് കാര്യമില്ല, പറയേണ്ടതുപോലെ പറയണം. പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാനോട് പറയണം, പടച്ചവനെ, അല്ലാ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാള് ലോകത്തില്ല റബ്ബേ. നിന്നെ പോലെ കരുണയുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല റബ്ബേ. പറ്റിപ്പോയതാ അല്ലാ, നഫ്സ് ചതിച്ചതാ അല്ലാ, ഇബ്ലീസ് പിഴപ്പിച്ചതാ അല്ലാ. എല്ലാം നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പടച്ചവര്. എന്നിട്ടും ചെയ്തത് ധിക്കാരം കൊണ്ടല്ല റബ്ബേ. പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയി റബ്ബേ. ഒരവസരം തരണേ അല്ലാ. അല്ലാഹുവോട് ആത്മാർത്ഥമായി ദുആ ചെയ്തോ. അതുകൊണ്ട് ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് ഭീമാവുമ്മാനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടടോ, സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടടോ. ഒരിക്കലും നഷ്ടമാകില്ലടോ, ഒരിക്കലും നഷ്ടമാകില്ലടോ. ഈ സ്നേഹബന്ധം ഉപകാരമുള്ളതാ, ഈ സ്നേഹബന്ധം
ബന്ധം ഉപകാരമുള്ളതാ. പടച്ചവനെ മുറുകെ പിടിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, ഭീമാവുമ്മാനെ നിങ്ങൾ ചേർത്ത് പിടിക്ക്. ഒരു ഫാത്തിഹയെങ്കിലും ഓതുന്ന ഒരു ബന്ധമുണ്ടാക്കിയെടുക്കു പെങ്ങള്. അല്ലാഹുവേ എന്തൊരു സഹായമെന്നറിയോ. വിളിച്ചാ വിളി കേൾക്കുമടോ, ചോദിച്ചാ സഹായിക്കുമടോ. ഒരിക്കലും അവര് വെറും കൈയോടെ നമ്മളെ മടക്കാറില്ല. എന്നെക്കാളും അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഈ സ്നേഹം സത്യമാണ്, ഈ സ്നേഹം സത്യമാണ്, ഈ സ്നേഹം ആത്മാർത്ഥമാണ്. അതുകൊണ്ട് പടച്ചവരെ അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുകയാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പറയുകയാണ്, സാധാരണ ഒരു ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും നമ്മൾ ഭയക്കണം ചെറുപ്പക്കാരാ. സാധാരണ ഒരാളുടെ ഖബറിന്റെ ചാരത്ത് പോകുമ്പോ പോലും നമ്മൾ പേടിക്കണം. ഖബറ് കണ്ടാ കരയണമെന്നാ, ഖബറ് കണ്ടാ കരയണം. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ പേടിക്കണമെന്നാ. പടച്ചോനെ, ആ മക്കാമിന്റെ മുമ്പിൽ തലയും തിരിഞ്ഞിരിക്കണവരെ കാണാം, അവിടെ ഇരുന്ന് ഫോൺ വിളിക്കുന്നവരെ കാണാം, ഉമ്മച്ചിയുടെ സൈഡിൽ ഇരുന്നിട്ട് ഇമാമുമ്മാടെ മക്കാമിന്റെ സൈഡിൽ ഇരുന്ന് തമാശ പറയാ. സുബ്ഹാനല്ലാഹ്. എടാ ചങ്ങായി, എന്റെ പൊന്നാര സഹോദരൻ, നിന്റെ ധൈര്യം നോക്കു മക്കളെ. എടാ, അള്ളാഹ് ആദരിച്ച അള്ളാന്റെ വലിയല്ലേ, ആ വലിയന്റെ മക്കാമിന്റെ മുമ്പിൽ പോയി ഇരുന്നിട്ട് എന്തൊരു ധൈര്യമോ മക്കളെ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വഴുതു പറയണത് അവിടെ ഇരുന്നിട്ടാ. സാധാരണ ആളും തരവും നോക്കിയിട്ട് കളിക്കണം കേട്ടാ. എല്ലാവരോടും ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും പറയുന്നു, സാധാരണ കളിക്കണ പോലല്ല, ആള് നോക്കിയിട്ട് വേണം കളിക്കാൻ. അതുകൊണ്ട് പോകുക, സിയാറത്ത് ചെയ്യുക, നിന്റെ കാര്യം കഴിഞ്ഞാൽ പോകുക. അവിടെ ഇരുന്നുകൊണ്ട് തമാശ പറയാനും കളിക്കാനും രസിക്കാനും കോമഡി പറയാനും ഇരുന്ന നിന്റെ ആഖിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, നബിതങ്ങളെ മരിക്കുന്നതിന് മുമ്പൊന്ന് സ്വപ്നം കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണ്ടേ? ഞാൻ 2 ആയത്ത് പറഞ്ഞു തരാം, ഓതിയാ മതി. ഞാൻ പറഞ്ഞു തരുന്ന 2 ആയത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കിയാൽ മതി. എല്ലാ ദിവസവും ഓതണം. എല്ലാ ദിവസവും ഈ 2 ആയത്തുകൾ നിങ്ങളൊന്ന് പാരായണം ചെയ്തേ. നിങ്ങളെ കാണാൻ മദീനത്ത് കിടക്കുന്ന നബിതങ്ങള് നിങ്ങളുടെ വീട്ടിൽ വരുവടോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്റെ കൂരയിലും വരും, പ്രധാനമന്ത്രി ഒന്നും വരില്ല. നിന്റെ കൂരയിൽ മദീനത്ത് ആ പച്ച കുബ്ബയുടെ മടിത്തട്ടിൽ കിടക്കുന്ന റൗളയ്ക്കകത്ത് കിടക്കുന്ന നമ്മുടെ മുത്ത് വരുമടോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? 2 ആയത്ത് ഓതൂല്ലേ? ഏതായാലും ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്, സൂറത്തു തൗബ. ആ സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅകും റസൂലും എന്ന് തുടങ്ങുന്ന 2 ആയത്തുകളുണ്ട്. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ ഇന്ന് മുതൽ, നാളെ സുബഹി മുതൽ നിത്യമാക്കിക്കോ. നാളെ സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് നിത്യമാക്കിക്കോ. ഇൻഷാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വെള്ളം കണ്ടാ തയമം മുറിയുന്ന എന്ന് പറഞ്ഞ പോലെ മൻസൂർ വരുന്നുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത പരിപാടിയുടെ വെള്ളം കണ്ടാ തയമം മുറിഞ്ഞു എന്നല്ലേ. അതുപോലെ ഇന്നത്തെ എൻ്റെ സമയം തന്നെ അതിക്രമിച്ചു. ഓൻ്റെ അരമണിക്കൂർ ഞാൻ തിന്നു. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മൻസൂർ 3 ദിവസമായിട്ട് ഞങ്ങൾ 3 പരിപാടിക്ക് ഒരുമിച്ച് തന്നെ ഇല്ല. എൻ്റെ എല്ലാ പരിപാടിക്ക് ശേഷം പോകാനാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. അർഹം റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല പടച്ചവനെ. ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ, ഈ 11:30 വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്നും മടങ്ങുമ്പോ പടച്ചവനെ, സ്വർഗത്തിന്റെ അവകാശികളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ.
ഈ പോകുന്ന വഴിയിൽ മരിച്ചാ നീ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, അവരുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും അല്ലാഹുവേ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ മോശമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. പടച്ചവനെ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നീ നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ല അല്ലാ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോഴെവിടെ വെച്ചാട് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു മരണം തരണേ അല്ലാ. അല്ലാഹുവേ, ഇവിടത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് ഉസ്താദന്മാര് റബ്ബേ ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി റബ്ബേ നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ കമ്മിറ്റിയും ഇതിനു മുമ്പുള്ള കമ്മിറ്റി, പടച്ചവനെ ഉറൂസ് കമ്മിറ്റി, ഒരുപാട് പേര് ഈ പള്ളിയിൽ ആരൊക്കെ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടോ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് റബ്ബേ അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ. ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രായമുള്ള ഉപ്പമാർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അല്ലാഹു, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ നാട്ടിലെ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ മജ്ലിസിലിരിക്കുന്ന സഹോദരങ്ങള് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ അഹിലുകാരാക്കണേ അല്ലാ. മഹാന്മാരെ ഇഷ്ടപ്പെടുന്നവരാക്കണേ അല്ലാ. നല്ല കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന മക്കളാക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാനെ ഉപ്പാനെ സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ അല്ലാ. മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. പടച്ചവരെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ആഴ്ചകളായി പരിശ്രമിക്കുന്നുണ്ട്. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് ദൂരെ നിന്ന് വന്ന എൻ്റെ ഉമ്മ പെങ്ങന്മാര് അവര് ദുആ പ്രതീക്ഷിച്ചു വന്നവരാ. നീ അവരെ കൈവിടല്ലേ അല്ലാ.
ഒരുപാട് വേദന സഹിച്ചവരാ. ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ, ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കി കൊടുക്കണേ അല്ലാ. പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയിലെ സ്ഥിരത കൊടുക്കണേ അല്ലാ. ഈ മഹല്ലും ഇതിന്റെ പരിസരത്തുള്ളവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കടലിൽ പോയി മീൻ പിടിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ, കടലിന്റെ ഓരത്ത് ജീവിക്കുന്നവരാണ് റബ്ബേ. ദുരന്തങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. കടലിൽ പോയിട്ട് വെറും കയ്യോടെ സങ്കടത്തോടെ മടങ്ങി വരുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. നീ അവരെ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, ഈ നാടിന്റെ സൗഹാർദ്ദം നീ നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പടച്ചവനെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അവര് പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടുകൾക്ക് നീ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, വല്ലാത്ത സങ്കടത്തിലാണ് റബ്ബേ, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറാ ദുആ ചെയ്യാൻ പറഞ്ഞവര് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് നീ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങളുണ്ട് റബ്ബേ. എനിക്കൊന്ന് സുഖമില്ലെന്ന് കേട്ടപ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്ത ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാ. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ ഭാര്യയുടെ കുടുംബക്കാര്, എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഈ മജ്ലിസിലുണ്ട്. അവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവനെ, സുൽഫിയെയും അസറിനെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. എൻ്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ആരെല്ലാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാ. ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ട്. വന്ന വഴി അത്രയും നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വരുന്ന വഴിയിൽ അല്ലാഹുവേ ഒരു ഹാജിയാര് പടച്ചവനെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു റബ്ബേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, മൻസൂർ എന്ന സഹോദരൻ കൂടെ വന്ന കൂട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ ശബ്ദം നീ നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ മരിക്കുമ്പോൾ ആരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഒരാളുടെ മുമ്പിലും പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കും. ലോകത്ത് ഒരാളുടെ മുമ്പിലും നാണം കെട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ചെറുപ്പത്തിലെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടവാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടുന്ന ഒരു പരീക്ഷണം നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ,
നീ ആദരിച്ച ഉമ്മയാണ് ഈ മഖാമിൽ കിടക്കുന്നത്. ഉമ്മാന്റെ പൊരുത്തം നൽകണം. ഭീമാ ഉമ്മ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസങ്ങളാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കൊന്നും ഇവിടെ വരാനൊന്നും അർഹതയില്ല പടച്ചവനെ, അതിനുള്ള യോഗ്യതയില്ല പടച്ചവനെ. എന്തെങ്കിലും അദബുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ. അല്ലാ, നീ ആദരിച്ചവരെ ഞങ്ങൾ ആദരിക്കണം. എന്തെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. ഈ മക്കാമിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെ വന്ന ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ലേ പടച്ചവനെ, വെറും കയ്യോടെ മടക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്ന ഒരു വാഴലാക്കണേ റഹ്മാനെ. ഇനി ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ വാപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും ഖബറിലാണ്. 3 പേർക്കും നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. അല്ലാ, എൻ്റെ ഉമ്മ പടച്ചവനെ രോഗിയാ, സുഖമില്ല. ഭാര്യയുടെ ഉമ്മ ഉൾപ്പെടെ എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, എൻ്റെ പൊന്നുമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവനെ, എൻ്റെ ഭാര്യയെ നീ സ്വാലിഹത്താക്കണേ അല്ലാ. എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവൻ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പരാതി പറയുകയല്ല, നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, എനിക്ക് പഴയതുപോലെ വയലു പറയാനും നിസ്കരിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആരോഗ്യം തരണേ റഹ്മാൻ. നീ അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ശബ്ദം നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഖുർആനും ഹദീസും പറയുന്നവന് എന്തെങ്കിലും തെറ്റു വരുന്നുണ്ടെങ്കിൽ നീ പുറത്തു തരണേ റഹ്മാനെ. ദുആയ്ക്ക് നീ ഇജാബത്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവൻ, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ രാത്രിയാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ പടച്ചോനെ, തൗബയാക്കണേ തമ്പുരാനെ. اللهم رب ارحمهما كما ربياني صغيرا اللهم رب ارحمهما كما ربياني صغيرا اللهم رب ارحمهما كما ربونا صغارا آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.